ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ പലഹാരമായിട്ടുള്ള അവൽ നനച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അവൽ നനയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അവൽ നനച്ച് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ കനമുള്ള അവലില്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അവലിൻ്റെ അളവൊന്നും കറക്റ്റ് പറയണില്ല കേട്ടോ. നമുക്ക് എന്തോരാണ് ആവശ്യമായിട്ടുള്ളത് ആ രീതിയിലുള്ള അളവ് അവലെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രം ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, അത് ഉപയോഗിക്കരുത്. അപ്പോൾ അതിൽ പാലൊന്നും ഉണ്ടാവില്ല. നല്ലതുപോലെ പാലുള്ള തേങ്ങ വേണം കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവൽ ഈ തേങ്ങാപ്പാലിലാണ് തിരുമ്മിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ലോണം അങ്ങോട്ട് നനഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ശർക്കരയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കനം കുറച്ചിട്ട് ചീകിയിട്ട് കൊടുക്കുക കേട്ടോ, കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇനി നമ്മുടെ ഈ അവൽ നനച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 2 ഏലക്ക പൊടിച്ച് ചേർക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏലക്കപ്പൊടി ഉണ്ടെങ്കിലും ഒരല്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ അവൽ നനച്ചതിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 ചെറിയ ഉള്ളി ഒന്ന് കനം കുറച്ചിട്ട് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഉള്ളിയൊക്കെ ചേർത്തിട്ട് അവൽ നനച്ച് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഇഷ്ടമാവും. നമ്മൾ ആദ്യം തന്നെ ഉള്ളിയില്ലേ, അത് നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുക്കണം. എന്നിട്ട് വേണോട്ട് തേങ്ങയും അവലും ഒക്കെ ആയിട്ട് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് തിരുമ്മിയെടുക്കാൻ. നമ്മളിതേപോലെ തിരുമ്മിയെടുക്കുന്നതിലാണ് കേട്ടോ ഈ അവൽ നല്ലതുപോലെ നനഞ്ഞ് കിട്ടുന്നതും പിന്നെ ഈ അവലിനൊരു ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള അവൽ നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.